ചങ്ങായിമാർ ഞാൻ നിങ്ങൾ കേട്ടില്ല, ഒരു വീഡിയോ കാണിച്ചു കേട്ടാ. ഈ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ചിരിക്കാൻ പാടട്ടാ. 35-40 വയസ്സുള്ള ഒരു സ്ത്രീനെ ഉണ്ടല്ല, സംഘില് മേക്കപ്പ് ഇട്ട് കൂട്ടുന്നിട്ട് പറയുന്നു ആ സ്ത്രീ കേരളത്തിലെ ഒരു ജെൻസി കുട്ടിയാണെന്ന്. എന്നിട്ട് ആ 35-40 വയസ്സുള്ള ജെൻസി കുട്ടിനോട് അവതാരകൻ കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ ആ ജെൻസി കുട്ടി ഉണ്ടല്ല, 35 വയസ്സുള്ള ജെൻസി കുട്ടി കേരളത്തിന്റെ ഭാവി ഇനി ബിജെപിയുടെ കയ്യിലാണെന്ന് അങ്ങ് പറയും. അത് കേട്ടിട്ട് അവതാരകനും കേരളത്തിലെ സംഘികളുണ്ടല്ല, അവരൊക്കെ നിർവൃതി കൊള്ളും, ആനന്ദ നിർവൃതി കൊള്ളും. സത്യം പറഞ്ഞിട്ടല്ല, ആ ചേച്ചി ഉണ്ടല്ല ഒരു ജീപ്പിൽ ഇരുന്നിട്ടാണ് ഈ തള്ളുതള്ളുന്നത്. ആ ചേച്ചി അങ്ങനെ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയാലുണ്ടല്ല ഈ ചൂടിന് ചേച്ചിയുടെ മേക്കപ്പ് ഉണ്ടല്ല, ജെൻസിന്റെ മേക്കപ്പ് വെച്ച് പോയിട്ട് സംഘികള് ജെൻസി ഉണ്ടല്ല അവിടെ തന്നെ തീരുമായിരുന്നു. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടല്ല കേരളത്തിലെ ആദ്യത്തെ 35 വയസ്സുള്ള ഒരു ജെൻസിനെ കാണിച്ചുതരാം. അതിന്റെ കൂടെ ജെൻസിയുടെ അതിമാരകമായ തള്ളും കളിപ്പിച്ചുതരാം. വാ. നിങ്ങളൊക്കെ ജെൻസി തലമുറയൊക്കെ എങ്ങനെയുള്ള ഭരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ നമുക്ക് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ ഭരണത്തെ പോലെ ഒരു ഭരണം വേണമെന്നാണ് ഞങ്ങളെ പോലുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന വളരെ ജനകീയമായിട്ടുള്ളൊരു ഭരണ നേട്ടങ്ങളും വികസന കാഴ്ചപ്പാടുകളും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. വനിതകൾക്ക് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ 3-1 സംവരണം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ, അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രസവാവധി 12 ആഴ്ചയിൽ നിന്നും 26 ആഴ്ചയാക്കി മാറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സമഗ്രമായിട്ടുള്ള ഒരു വികസനം തന്നെയാണ്. അപ്പം മാറ്റം വരണം, കേരളവും വളരണം. ആ ഒരു ഭരണമാണ് നമ്മൾ യുവാക്കൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ജനകീയമായ ഭരണമാണ്. എല്ലാ മേഖലകളിലും, യുവാക്കളിലാണെങ്കിലും വയോജനങ്ങളിലാണെങ്കിലും മുഴുവനായിട്ടും സമഗ്രമായിട്ട് വികസനം എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഓരോ പദ്ധതികളും. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരിയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ വന്ന ഒരു ആളായിരുന്നില്ല ഞാൻ. പക്ഷേ എന്റെ ബിരുദ കാലഘട്ടത്തിൽ ഞാൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും അവിടുത്തെ ഒരു വികസനം കാണുകയും, പ്രതീക്ഷ നാട് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായിരിക്കെ കേരളവും അതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉടനടിയുള്ള അവിടെ വികസനങ്ങൾ എത്തുന്നതെന്നും കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ആകൃഷ്ടയായതും. അതൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടാ, എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ജോലി ചെയ്യുന്ന അമ്മമാരുടെ പ്രസവാവധി 12 ആഴ്ചയിൽ നിന്നും 26 ആഴ്ചയിലേക്കാക്കിയ ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഭരണ നേട്ടമാണത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിലൂടെ 10 ലക്ഷം അമ്മമാർക്കായി 440 കോടിയോളം രൂപയുടെ നിർണായക ധനസഹായം ലഭ്യമാകാനാണ് മോദി സർക്കാരിന് സാധിച്ചു. അതുപോലെ തന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വലിയൊരു ചുവടുവെപ്പാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള യുവാക്കൾ പറയുന്നത് ഇതുപോലുള്ള ഭരണങ്ങളും അതുപോലുള്ള നേട്ടങ്ങളും വികസനവും കരുതലും ഒക്കെയാണ് നമ്മുടെ കേരളത്തിനും ആവശ്യം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ പോലെ ഒരു ഭരണം നമ്മുടെ കേരളത്തിലും വേണം. ഇടനിലക്കാരില്ലാതെ അർഹമായ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കേരളം മാറണം, കേരളം വളരണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭരണങ്ങൾ കേരളത്തിലും വേണം. യുവതലമുറ ആഗ്രഹിക്കുന്നത് കേരളവും ഉറപ്പായും വളരും. എല്ലാരും കണ്ടല്ല കേരളത്തിൽ ആദ്യത്തെ 35 വയസ്സുള്ള ജെൻസീന. എല്ലാരും കണ്ടല്ല ഈ 35 വയസ്സുള്ള ജെൻസി ചേച്ചി ഉണ്ടല്ല ഈ 1.5 മിനിറ്റ് തള്ളില് എവിടെയെങ്കിലും മോദി ചെയ്ത ഒരു നല്ല വികസനത്തെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും? ഈ 1.5 മിനിറ്റ് സംസാരത്തിന്റെ 4 സ്ഥലത്തെങ്കിലും ഈ ചേച്ചി ഉണ്ടല്ല അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ മോദിജി ഉണ്ടല്ല 10 വർഷത്തിലധികം ഇന്ത്യ ഭരിച്ചിട്ട് ആകെ ചെയ്ത വികസനമാണോ ഈ അമ്മയും കുഞ്ഞും? ഒന്ന് പറഞ്ഞു തരുമോ എന്റെ 35 വയസ്സുള്ള കേരളത്തിലെ ആദ്യത്തെ എന്റെ ജെൻസി ചേച്ചി? പിന്നെ എന്റെ ചേച്ചി ഉണ്ടല്ല ലാസ്റ്റ് പറഞ്ഞ കാര്യം ഉള്ളതാട്ടാ. കേരളത്തിലെ വികസനം ഉണ്ടല്ല അത് തുടരുക തന്നെ ചെയ്യും. അത് കേരളം ഭരിക്കുന്നത് CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് കേരളം വികസിപ്പിച്ചോളൂ. അതുണ്ടല്ലോ നമ്മൾ കേരളത്തിൽ കാലാകാലങ്ങളായി അവർ രണ്ടാളും ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന് നമ്മൾ അങ്ങനെ ജീവിച്ചു പോയിക്കോളൂ. പിന്നെ നമ്മൾ ഈ ചേച്ചി ഉണ്ടല്ല മോദിജിയുടെ മണ്ഡലത്തിലാണ് പോലും പഠിച്ചത്, വാരണാസിയിൽ. അവിടുത്തെ വികസനം കണ്ടിട്ടാവും നമ്മൾ ചേച്ചി മോദിജിയുടെ ഫാനായത്. 1.5 ഫാന്. എന്റെ ചേച്ചി അവിടുത്തെ വാരണാസിന്റെ വികസനം ഉണ്ടല്ല ഒരുപാട് വീഡിയോസ് ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല അവിടെയുള്ള ആൾക്കാരുണ്ടല്ല അവിടുത്തെ വികസനം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി ഉണ്ടല്ല തള്ളുമ്പോ നോക്കിയും കണ്ടും തള്ളണം കേട്ടാ. ആ വാരണാസിയിൽ മോദിജിയുടെ വികസനം കൊണ്ടുണ്ടല്ല കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടല്ല മോദിജി വോട്ടെണ്ണുന്നതിന്റെ തുടക്കത്തിലുണ്ടല്ല വളരെ പിന്നിലായിരുന്നു, ഒരു 1.5 പിന്നില്. പിന്നെ നടന്നാന്ന് ചരിത്രം, ലോകം കണ്ട ചരിത്രം. മോദിജി വിജയിച്ചു. അതിന്റെ കഥയുണ്ടല്ല, ആ വിജയിച്ചതിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞാല് ചേച്ചി വല്ലാണ്ടൊക്കെ സങ്കടപ്പെട്ടു പോകും. ഇനി 35 വയസ്സുള്ള കേരളത്തിലെ ആദ്യത്തെ ജെൻസി ചേച്ചിക്ക് കേരളത്തിലെ ശരിയായ ജെൻസികൾ എന്താണ് പറഞ്ഞത്, അവരുടെ രാഷ്ട്രീയ ബോധം എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നാലോ? ഞാൻ ഈ കാണിച്ചു തരാൻ വന്ന ജെൻസി കുട്ടിയിലെ അവള് പറയുന്നുണ്ടല്ല കേരളത്തിലെ സംഖ്യകളെ നിങ്ങൾ മൊത്തം കേൾക്കണം, മൊത്തം. എന്നാലെങ്കിലും നിങ്ങളെ തലയിലുണ്ടല്ല കുറച്ച് ബോധം വരുന്നത് ഞാൻ നോക്കട്ടെ. വാ. ജനങ്ങൾ മണ്ടന്മാരല്ല, എല്ലാ കാലത്തേക്കും അല്ലെങ്കിൽ ഒരു കാലത്തേക്കും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വാദമൊന്നും വിലപ്പോകുന്നതല്ല. രണ്ട് കപ്പൽ LPG എവിടെയും നമുക്ക് ഉപയോഗപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഇവിടെയുള്ള പൗരന്മാർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് ധാരണയുണ്ട്. കാരണം ഇത്ര ദിവസം ഈ വളരെ ചുരുക്കമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ കാലഘട്ടം പോലും എത്ര ബുദ്ധിമുട്ടോടെയാണ് നമ്മൾ കടന്നുപോയത്. ചൈനയിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നില്ലല്ലോ, ഇന്ത്യയിൽ മാത്രമാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. 2 കപ്പൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചതിന് ഏതെങ്കിലും രീതിയിലുള്ള നയതന്ത്ര ബന്ധം എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അത് ഒരു കരുണ പോലെ നമുക്ക് അനുവദിച്ചു തന്ന കാര്യമാണ്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന് ഇന്ത്യ ചെയ്യുന്ന ഈ കാര്യങ്ങൾ
ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. നമ്മൾ ഇത്രനാളും പിന്തുടർന്നു പോകുന്ന ഒരു വിദേശ നയം, ചേരിചേരാ നയം എന്ന് പറയുന്നത് ലംഘിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യയെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഇറാനും ഒരു തരത്തിലും റഷ്യക്ക് നമ്മളോട് മമതയൊന്നുമില്ല. അത്തരത്തിലേക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം എത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണയോ ഗ്യാസോ ഒക്കെ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിനും ട്രംപിന്റെ അനുവാദം കൂടിയേ തീരൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഏത് നയമാണ് മറ്റു രാജ്യങ്ങളോട് സ്വീകരിക്കുന്നത് എന്ന്, ഏത് നയമാണ്, അതായത് ഇറാന്റെ പരമോന്നത ഭരണകൂടത്തിന് ഒരു മനുഷ്യനെ കൊന്നു കളയുന്ന സമയത്ത് 2 ദിവസം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിന് ഒരു അനുശോചനം രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇറാൻ നമ്മളോട് കാണിക്കുന്ന ഒരു മമത അല്ലെങ്കിൽ ഒരു കരുണ എന്ന് മാത്രമേ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ജനങ്ങളെ ഒരു തരത്തിലും പറ്റിക്കാൻ സാധിക്കില്ല. 2 കപ്പൽ ഗ്യാസ് വന്നു, LPG ഇവിടേക്ക് എത്തിക്കുന്നു, എന്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിൽ അന്നന്ന് ഇറക്കുമതി ചെയ്യുന്ന LPG ആണ് അന്നന്ന് വിതരണം ചെയ്യുന്നതെന്ന് ഈ സമയത്ത് വായനകളിൽ നിന്ന് മനസ്സിലായത്. അതായത് ഇത്ര കാലമായി ഭരിക്കുന്നല്ലോ, ഇവിടെ അതിനുള്ള ഈ അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ലോ അത്തരം സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറലായ ഡെവലപ്മെന്റുകൾ ചെയ്യണമെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ജനങ്ങളെ എല്ലാ കാലത്തേക്കും ഒരു കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ആ വാദങ്ങളൊന്നും വിലപ്പോകുന്നതല്ല. ഇതാണ് ജെൻസി കുട്ടികൾ കേട്ടോ. 35 വയസ്സുള്ള കേരളത്തിലെ പുട്ടിയും പെയിന്റ് അടിച്ച ആദ്യത്തെ ജെൻസി ചേച്ചി ഈ കണ്ടില്ലേ? ഇതാണ് കേരളത്തിലെ യഥാർത്ഥ ജെൻസി. അവരുടെ നിലപാട് കണ്ട, അവരുടെ ലോകപരിചയം കണ്ട, അവരത്ര വ്യക്തവും കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഈ പെൺകുട്ടി നമ്മുടെ രാജ്യത്തിന്റെ മുൻപത്തെയും ഇപ്പത്തെയും നിലപാടുകളൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട. അതൊക്കെ അതിന്റെ പകുതിയൊക്കെ എന്റെ 35 വയസ്സുള്ള ജെൻസി ചേച്ചി ഉണ്ടല്ല ഒന്ന് പഠിച്ചെടുക്കാൻ നോക്കട്ടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ പഠിച്ചെടുക്കാനുള്ള കഴിവ് 35 വയസ്സുള്ള എന്റെ ജെൻസി ചേച്ചിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഒരിക്കലും സംഖ്യയാകില്ലല്ലോ. അതുമാത്രമല്ല എന്റെ സംഘി ചേച്ചി പോയി പഠിച്ചത് വാരാണസിയിലാണല്ലോ. അവിടുന്ന് പിന്നെ നമ്മളുണ്ടല്ല അധികം വിവരമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാനുണ്ടല്ലോ എന്റെ 35 വയസ്സുള്ള ജെൻസി ചേച്ചിക്കുണ്ടല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനല്ലേ, നിങ്ങളുടെ എല്ലാമായ RC മൂപ്പറ് 2 ദിവസം മുന്നേ നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ഭയങ്കരമായ വികസനം, ഒരു തുണിയില്ലാത്ത വികസനത്തെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ കൃത്യവും വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതും കൂടി ഞാൻ എന്റെ 35 വയസ്സുള്ള ജെൻസി സംഘി ചേച്ചിക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. അത് ഇവര് വിളിച്ചോണ്ട് പോണില്ലേ, പുതിയ മാറ്റം വരും, കേരളത്തിൽ പുതിയ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞോണ്ട് പോണില്ലേ. അതാണ് എനിക്കിപ്പോ ഇങ്ങനെ ഈ മുണ്ടില്ലാതെ വരണതായിരിക്കും പുതിയ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തില്ലാത്ത പുതിയ മാറ്റമാണ് ഇതൊക്കെ വരണത്. ഈ പിള്ളേരെ കണ്ട് നമുക്ക് കേരളമല്ലേ ഇത് UP ഒന്നല്ലല്ലോ. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവം ഇല്ല. അവര് വിത്തോട്ടായിട്ട് വന്ന് കുറെ ഉദ്രാശം കുറിയിട്ട് മുടിയൊക്കെ വളർത്തി ഒരുമാതിരി വികൃഷ്ട ജീവിയെ പോലെ. അത് അവിടെയൊക്കെ പറ്റും, ഇവിടെ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ നടത്തിയത്. പക്ഷെ അത് ഇവിടെ ആ വെള്ളം വാങ്ങി വെച്ചിട്ട് നടക്കാവും. ഇവിടെ അത് വേവൂല. ഇവിടെ കയ്യിൽ വേണ്ട ഒരു ചട്ടി ഇട്ടൂടെ നമ്മുടെ കേരളമല്ലേ, ഒരു ചട്ടി ഇട്ടുകൊണ്ട് വന്നൂടെ, അത് മാത്രം മതി. ഇവിടെ അടുത്ത് നെടുങ്കാട് സ്കൂളുള്ളതാണ്. സ്കൂൾ വിട്ട സമയമാണെങ്കിൽ കുട്ടികൾ അത് പേടിച്ച് ഓടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ വോട്ട് ചോദിച്ച് വരേണ്ട ആവശ്യം എന്താണ്? ഇതുപോലെ 10-200 എണ്ണത്തിന് മൊത്തം ഇറക്കിയാൽ മതി. നമ്മുടെ നിയമമണ്ഡലത്തിലെ ഇഷ്ടംപോലെ വോട്ട് കിട്ടും. ആളുകളെ പേടിച്ച് വളരെ നമുക്കൊരു സംസ്കാരം ഇല്ലേ. ഇപ്പൊ ബീഹാറിലും പിന്നെ UP ഒക്കെ കാണിക്കുമ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് ഭീതി, സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അത് സ്വാമിയാണേലും മനുഷ്യനല്ലേ. അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റുന്നതല്ലല്ലോ. നമുക്ക് നമ്മുടെ സംസ്കാരം അതോടെ ഉള്ള യോജിപ്പാ എനിക്ക്. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നതും അങ്ങനെ വോട്ട് ചോദിക്കുന്നതൊക്കെ തെറ്റ് തന്നെ. അത് നമുക്ക് ചേർന്ന് നമ്മുടെ നാടിനും സമൂഹത്തിനൊന്നും ചേരുന്ന കാര്യമല്ലല്ലോ. നമ്മളെ സംസ്കാരത്തിന് പറ്റിയ ഇതല്ല. അപ്പൊ 5 വോട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവരികയും ഞങ്ങളെ മാനം കെടുത്തുന്ന രീതിയിൽ അപമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. തുണിയില്ലാതെ കൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം. നേമത്തെ പാവം ജനങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ 35 വയസ്സുള്ള ജെൻസി ചേച്ചി അവർക്കുണ്ടല്ല തുണിയില്ലാത്ത വികസനം. ഇങ്ങനത്തെ തുണിയില്ലാത്ത വികസനം ഉണ്ടല്ല അവർക്ക് ആവശ്യമില്ല. അങ്ങനത്തെ വികസനം കൊണ്ട് BJP-ക്കാരോട് അങ്ങോട്ട് പോകണ്ടെന്നാണ് ആ പാവപ്പെട്ട ജനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ അങ്ങനത്തെ തുണിയില്ലാത്ത വികസനം ഗുജറാത്തിലും UP-യിലും ഒറീസയിലും ഒക്കെ നടന്നിട്ടില്ല. അവിടെ നിങ്ങൾ തുടരുക. അങ്ങനത്തെ വികസനം നിങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ ആ വികസനം ദയവ് ചെയ്ത് നമ്മളെ കേരളത്തിലോട്ട് കൊണ്ടുവരല്ലേ എന്റെ പ്രിയപ്പെട്ട സംഗിണി ചേച്ചി. നമ്മളിവിടെ എന്റെ സംഗിണി ചേച്ചി മനസ്സമാധാനത്തോടൊന്ന് ജീവിച്ചോട്ടെ. നിങ്ങൾ വന്നിട്ട് നാറാത്ത കേരളം നാറ്റിക്കാൻ നിൽക്കല്ലേ. സോഷ്യൽ മീഡിയയിലുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇതുപോലെ ഒരുപാട് ഉടായ്പ ടീമിനെയും കൊണ്ട് സംഘികളും സംഘിച്ചാലും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള ഇത്തരം ഉടായ്പകൾ കാണിക്കാൻ പറ്റി അത്രമാത്രം ഫണ്ടാണ് BJP ഇറക്കി കൊടുക്കുന്നത്. എന്തായാലും നമ്മളെ കേരളത്തിൽ സംഘികൾ എത്രമാത്രം ഫണ്ട് ഇറക്കിയാലും എത്രമാത്രം വൃത്തികേടും എത്രമാത്രം വിവരക്കേട് പറഞ്ഞാലും നമ്മളെ കേരളം ഒരിക്കലും ചാണകം ചവിട്ടില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി നമ്മളെ കേരളം ചാണകം ചവിട്ടില്ലെന്ന ശുഭപ്രതീക്ഷയോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല
സുലാൻ.